നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വിശ്വാസമാണ്. നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യം കൂടിയപ്പോൾ വിശ്വാസം എന്താണെന്നും വിശ്വാസത്തിൻ്റെ സവിശേഷതകളും പഠിച്ചു. ഇനിയുള്ള ആഴ്ചകൾ നമ്മൾ വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വിശ്വാസം എന്ന വിഷയം തന്നെയാണ്, പക്ഷേ രക്ഷ എന്ന വിഷയവുമായിട്ട് ചേർത്ത് വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്തിൽ നിന്നാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് പഠിക്കണം. അതാണ് പാപം, അല്ലേ? നമ്മൾക്ക് അതിൽ 3 കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. അപ്പോൾ ഈ പാപത്തിൽ വീണ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ നമുക്ക് ആ 1-ാമത്തെ വേദഭാഗം ഒന്ന് വായിക്കാം. എഫീഷ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെ. പതുക്കെ ഒന്ന് സഹോദരൻ വായിച്ചേ. അനുസരണക്കേടിനാലും പാപങ്ങളാലും ആത്മീയമായി നിങ്ങൾ മരിച്ചവരായിരുന്നു. അന്ന് ലോകത്തിന്റെ ദുഷ്ടമാർഗം നിങ്ങൾ പിന്തുടർന്നു. ദൈവത്തെ അനുസരിക്കാത്തവരെ ഇപ്പോൾ നയിക്കുന്ന ആത്മാവായ ദുഷ്ടാത്മ ശക്തികളുടെ അധിപതിയെ നിങ്ങൾ അനുസരിച്ചു. വാസ്തവത്തിൽ നാം എല്ലാവരും നമ്മുടെ പാപപ്രവൃത്തിയുടെ തീവ്രാഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടും അതിന്റെ മോഹങ്ങൾക്കും ചിന്തകൾക്കും അനുസൃതമായി പ്രവർത്തിച്ചുകൊണ്ടും ജീവിച്ചു. മറ്റേതൊരുവനെയും പോലെ സ്വഭാവേന നാം ദൈവശിക്ഷയ്ക്ക് അർഹരായിരുന്നു. മനുഷ്യൻ പാപിയായി തീർന്നപ്പോൾ ഉണ്ടായ അവസ്ഥ, നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്താണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്കൊരു പദവിയുണ്ട്, നമ്മൾ പാപിയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് വായിച്ചോ, നിങ്ങളെല്ലാവരും മരിച്ചവരായിരുന്നു പാപത്തിലും അതിക്രമത്തിലും. രണ്ടാമതായിട്ട് നമുക്ക് ഒരു സ്വഭാവമുണ്ട്, അവിടെ പറഞ്ഞിട്ട് നമ്മൾ ജഡീക അഭിലാഷങ്ങളും നമ്മുടെ പാപത്തിൻ്റെ മോഹങ്ങളും ഒക്കെ അനുസരിച്ച് നടക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ അശുദ്ധനായിരുന്നു. മൂന്നാമതായിട്ട് നമുക്ക് ഒരു ശരീരമുണ്ട്, പാപത്തിൽ വീണുപോയ ശരീരം. അത് അവസാനം പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരും ദൈവക്രോധത്തിൻ്റെ മക്കളാണ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവശിക്ഷയ്ക്ക് അർഹരായരായിരുന്നു, അല്ലേ? അപ്പോൾ അവസാനം നമുക്ക് ദൈവകോപം അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതാണ് നമ്മൾ സാധാരണ പറയുന്ന നരകം, അല്ലേ? നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ശരീരം അവസാനം നശിപ്പിക്കപ്പെടും. അപ്പോൾ പാപം എന്ന് പറയുമ്പോൾ തന്നെ ഈ 3 കാര്യങ്ങളുണ്ടല്ലേ: പദവി, സ്വഭാവം, ശരീരം. എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ പാപത്തിൽ വീണപ്പോൾ തന്നെ നമുക്കൊരു പദവി കിട്ടി, നമ്മൾ മരിച്ചവരാണ്, നമ്മൾ പാപിയാണ്. നമുക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ അശുദ്ധിയിൽ ജീവിക്കുന്നവരാണ്, അല്ലേ? നമ്മൾ പാപത്തിൻ്റെ മോഹങ്ങളൊക്കെ പാലിച്ച് നടക്കുന്നത്. പിന്നെ അതിൻ്റെ അനന്തരഫലം ഈ ശരീരം അനുഭവിക്കും, അതാണ് നാശം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വരുവാനിരിക്കുന്ന ക്രോധം. അപ്പോൾ ഇനി രക്ഷ എന്താണ്? അപ്പോൾ രക്ഷയെക്കുറിച്ച് പറയുമ്പോഴും ഈ 3 കാര്യങ്ങളും പറയേണ്ടി വരും. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. രക്ഷയും ഈ പറഞ്ഞ പോലെ 3 ഘട്ടങ്ങളിലൂടെ കടന്നുപോയാണ് നമ്മൾ അനുഭവിക്കുന്നത്. രക്ഷയിലും നമുക്ക് രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഉടനെ അങ്ങ് കയറി നമ്മളങ്ങ് സ്വർഗത്തിൽ പോകാൻ, അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ആദ്യം എന്താണ്? നമുക്കൊരു പദവി ലഭിക്കുകയാണ്. നമ്മൾ ആദ്യം നീതിമാൻ എന്നുള്ള പദവി നമുക്ക് ലഭിക്കും. കർത്താവിൽ വിശ്വസിച്ച ഉടനെ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു പദവി കിട്ടും, നമ്മൾ നീതിമാൻ. ഈ അർത്ഥത്തിലാണ് നമ്മൾ സാധാരണഗതിയിൽ എന്ത് പറയുന്നത്? രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അതെ, പെട്ടുപോയി. ഇത് ഭൂതകാലമായത്, സംഭവിച്ചു കഴിഞ്ഞു. ഒരാള് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഉടനെ അവൻ നീതിമാനായെന്ന് പറഞ്ഞാൽ സ്വഭാവത്തിലല്ല, പദവിയിൽ. ദൈവമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ, ദൈവത്തിൻ്റെ അംഗീകാരത്തിൽ അവൻ നീതിമാനായി. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും. ഇനി രണ്ടാമതായിട്ട് നമുക്കൊരു സ്വഭാവത്തിലൊരു രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മളെന്താണ്? വിശുദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധിയിൽ അങ്ങ് തികവൊന്നും ആയിട്ടില്ല, നമ്മൾ വിശുദ്ധിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ രക്ഷ. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇത് വർത്തമാനമായത്. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷ. ഇനി ഭാവിയിൽ നമ്മുടെ ശരീരത്തിന് എന്ത് പറ്റും? നമ്മൾ തേജസ് പ്രാപിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പിൻ്റെ ശരീരം പോലൊരു ശരീരം നമുക്ക് അവൻ വീണ്ടും വരുമ്പോൾ നമുക്ക് നൽകും. ഇതാണ് ഇനി വരുന്ന 3 ആഴ്ച നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതാണ് വരുവാനിരിക്കുന്ന രക്ഷ, അല്ലേ?
രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനി രക്ഷിക്കപ്പെടും. ഇത് ഭാവി. കർത്താവിൻ്റെ രണ്ടാം വരവിൽ സംഭവിക്കാൻ പോകുന്നതാ. എൻ്റെ ഈ ശരീരവും രക്ഷിക്കപ്പെടും. എനിക്ക് തേജസ്സുള്ളൊരു ശരീരം, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ലഭിച്ച ആ ശരീരം പോലൊരു ശരീരം എനിക്ക് കിട്ടും. അതിൽ പിന്നെ പാപമില്ല, പാപത്തിൻ്റെ ഒരു അംശവും ഇല്ല. അപ്പം കണ്ടോ, 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യം നമുക്ക് നീതിമാൻ എന്നുള്ളൊരു പദവി കിട്ടും. ഇതിനെയാണ് പറയുന്നത് നീതീകരണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വിഷയമാണ്, നീതീകരണം. ഈ രണ്ടാമത്തെ വിശുദ്ധി പ്രാപിക്കുന്നതിനെ പറയുന്നതാണ് ശുദ്ധീകരണം, വിശ്വാസത്താലുള്ള ശുദ്ധീകരണം. അവസാനത്തതാണ് തേജസ്കരണം. അപ്പോൾ കണ്ടോ, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണം രക്ഷിക്കപ്പെടുന്ന അന്ന് കിട്ടും, ആ സെക്കൻഡിൽ കിട്ടും. വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തേജസ്കരണം കർത്താവ് മടങ്ങി വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളായിട്ടാണ്. എല്ലാവർക്കും മനസ്സിലായോ? ഇത് വായിക്കാൻ പറ്റുന്നില്ലയോ? പദവി നീതിമാൻ, സ്വഭാവം വിശുദ്ധി, ശരീരം തേജസ്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ഇത് ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. നീതീകരണം, ശുദ്ധീകരണം, തേജസ്കരണം. മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒന്നാമത്തെയാണ്. രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് നീതീകരണം സംഭവിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് മായ്ച്ചോട്ടെ. അപ്പോൾ നമ്മുടെ വിഷയം ഇതാണ്, വിശ്വാസത്താലുള്ള നീതീകരണം. അപ്പോൾ അതിന് ഒന്നാമതായിട്ട് റോമാലേഖനം 3:28 സഹോദരൻ വായിച്ചാട്ടെ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. കണ്ടോ, അവിടെ അപ്പോസ്തലൻ പഠിപ്പിച്ച അവസാനം അനുമാനിക്കുകയാണ്, വിശ്വാസത്താലാണ് നീതീകരണം. അപ്പൊ എന്താണ് നീതീകരണം? നീതിമാൻ എന്നുള്ള പദവി ദൈവം നമുക്ക് തരികയാണ്. എന്താ ഈ നീതിമാൻ? നീതിമാൻ എന്ന് പറഞ്ഞാൽ നീതി പ്രവർത്തിച്ചവൻ എന്നല്ലേ അർത്ഥം. സാധാരണഗതിയിൽ നീതിമാൻ എന്ന് പറഞ്ഞാൽ നീതി പ്രവർത്തിക്കുന്നവൻ എന്നല്ലേ അർത്ഥം. പക്ഷെ എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുക, പ്രവർത്തിക്കാതെ നമുക്ക് നീതിമാൻ എന്നുള്ള പദവി ലഭിക്കുമെന്ന്. അതുകൊണ്ടാണ് ഇതിനെ സുവിശേഷം എന്ന് പറയുന്നത്. മനുഷ്യന് സ്വമേധ പ്രവൃത്തികൾ കൊണ്ട് നീതീകരണം ലഭിക്കത്തില്ലായിരുന്നു. നമ്മൾ മാനസാന്തരത്തിൽ അവസാനം പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ, നിർജീവ പ്രവർത്തികൾ മാനസാന്തരപ്പെടണം. അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞായിരുന്നു. സ്വയനീതിയുടെ പ്രവർത്തികൾ, ഞാൻ എന്നെ തന്നെ നീതീകരണം, അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെ തന്നെ ന്യായീകരിക്കുവാൻ വേണ്ടി, ദൈവം എന്നെ അംഗീകരിക്കുവാൻ വേണ്ടി ഞാൻ തന്നെ കുറേ പ്രവർത്തികൾ ചെയ്തു, ഭക്തിയുടെ പ്രവർത്തികൾ. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു ഗുണവുമില്ല. കാരണം എൻ്റെ പാപം കർത്താവായ യേശു ക്രിസ്തു മരിച്ചു മാറ്റിയാലേ മാറത്തുള്ളൂ. നമുക്ക് ആർക്കും നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നീതി നേടിയെടുക്കാൻ കഴിയത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ പഴയ കാലത്തെ 10 കൽപ്പനകൾ നമ്മൾ കണ്ട ഓർമ്മയുണ്ടല്ലോ. 10 കൽപ്പനകൾ സ്വമേധ അനുസരിച്ച് നമുക്ക് ഒരു പരിപൂർണ നീതി കിട്ടത്തില്ല, ആരും രക്ഷിക്കപ്പെടത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എങ്ങനെ? വിശ്വാസത്താൽ, അല്ലേ? അപ്പൊ നീതിമാൻ എന്നുള്ള പദവി കിട്ടണമെങ്കിൽ, കർത്താവ് നമ്മളെ അംഗീകരിക്കണമെങ്കിൽ അതെങ്ങനെയാണ്? വിശ്വാസത്താൽ. അപ്പൊ നീതീകരണം വിശ്വാസത്താലാണ്, അല്ലേ? നീതിമാൻ എന്നുള്ള പദവി കിട്ടണമെങ്കിൽ എന്തോ ചെയ്യണം? കർത്താവിൽ വിശ്വസിക്കണം. അടുത്ത ആ വാക്യം ഗലാത്യ ലേഖനം 3:11 കൂടെ വായിച്ചേ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ദൈവസന്നിധിയിൽ ഒരാളും നീതീകരിക്കപ്പെടുന്നില്ല. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. അപ്പൊ ഈ 2 വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത് നീതീകരണം വിശ്വാസത്താലാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമ പറഞ്ഞു. അതാണ് അടുത്ത നമ്മൾ വായിക്കാൻ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18:9 മുതൽ 14 വരെ. ഈ ഉപമ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നീതീകരണത്തിന്റെ കാര്യം എല്ലാം മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് ഓരോ വാക്യമായിട്ട് പതുക്കെ വായിച്ചു പോവാം. തങ്ങൾ നീതിമാന്മാർ എന്ന് സ്വയം കരുതി മറ്റുള്ളവരെ നിന്ദിക്കുന്ന ചിലരെ കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞു. കണ്ടോ, ഈ ഉപമ പലപ്പോഴും കർത്താവ് ഉപമ പറയുമ്പോൾ എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ല ബൈബിളിൽ. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുദ്ദേശം, എന്തായിരുന്നു സാഹചര്യം, എന്ത് കാരണത്താലാണ് കർത്താവ് ഉപമ പറയാൻ തുനിഞ്ഞതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സ്വന്തം നീതിയിൽ നീതീകരണം ലഭിച്ചു എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ചില
വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ നീതീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെ നിങ്ങളുടെ ജഡത്തിന്റെ പ്രവൃത്തികൾ കൊണ്ടല്ല എന്നവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ഉപമ കർത്താവ് പറഞ്ഞത്. പറഞ്ഞു മനസ്സിലായോ? സ്വന്തം നീതി പ്രവൃത്തികളിൽ അഹങ്കരിച്ചിട്ട് മറ്റുള്ളവരെ പുച്ഛിച്ചു. ഞങ്ങൾ വലിയ ഭക്തന്മാരാണ്, ഇവനൊക്കെ എന്തോന്നുള്ള രീതിയിൽ പുച്ഛമുണ്ടായിരുന്നവർക്ക് ബോധ്യം വരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെക്കണം, എന്ത് ഉദ്ദേശത്തിലാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത്. അപ്പം ഇനി ഉപമ കേൾക്കാം. രണ്ട് മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. രണ്ട് മനുഷ്യര് പ്രാർത്ഥിക്കാൻ, 1, 2. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ അറിയാലോ, അന്നത്തെ കാലത്തെ വലിയ വേദപണ്ഡിതനാണ്. വേദപണ്ഡിതൻ, വലിയ ഭക്തനാ. മറ്റേത് ചുങ്കക്കാരൻ. അയ്യോ, ഇന്നത്തെ കാലത്തെ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചു പറിക്കാർ. തന്നോട് തന്നെ. അപ്പോൾ അവന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലായിരുന്നു, അവന്റെ അഹംഭാവമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവമേ എന്നൊക്കെ പറയും, പക്ഷെ അത് പ്രാർത്ഥനയല്ല. ഇത് പ്രാർത്ഥന എന്നല്ല പറഞ്ഞാൽ തന്നോട് തന്നെ അവൻ അഹംഭാവത്തിൽ പറയുകയാണ്, ദൈവമേ പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ മണ്ടന്മാരെ പോലെ, ഈ ഇവിടെ നിൽക്കുന്ന ഇവനെയും പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. അപ്പൊ അത് സ്തോത്രമാണോ? അത് നിങ്ങൾ ഈ സെന്റൻസ് കേട്ടിട്ട് എന്താ പറയുക? ദൈവത്തെ സ്തുതിക്കുകയാണോ? അത് ഞാൻ ഇവരെ പോലൊന്നും അല്ലാത്തതിന് ദൈവത്തിന് സ്തോത്രം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ അത് സ്വയനീതിയാവുന്നത്? അത് അഹങ്കാരത്തിന്റെ വചനമാണോ? അത് ദൈവമേ ഞാൻ അവരെ പോലൊന്നും അല്ലാത്തതിന് നിനക്ക് സ്തോത്രം. നമ്മളിത് പ്രാർത്ഥിച്ചിട്ടുണ്ട് പലപ്പോഴും, അല്ലേ? ഇപ്പൊ തന്നെ നമ്മളെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ എന്താ ചിന്തിക്കുന്നത്? ഞാൻ ആ പരീക്ഷനെ പോലെ അല്ലല്ലോ, സ്തോത്രം, അല്ലേ? നമ്മളെല്ലാം അതല്ലേ ചിന്തിച്ചോണ്ടിരുന്നേ. അതായത് നമ്മുടെ ജഡത്തിന്റെ കുഴപ്പം ഇതാ, അല്ലേ? ദൈവമേ സ്തോത്രം. വായിച്ചാട്ടെ, ബാക്കി വായിച്ചാട്ടെ. അയ്യോ, ഉപവാസം 2 വട്ടം ഒരാഴ്ച. ഈ നമ്മുടെ നാട്ടിലെ വിശ്വാസികൾ പൊതുവെ വെള്ളിയാഴ്ച മാത്രമേ ഉപവസിക്കാറുള്ളൂ. വിശ്വാസം നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ പറയാം, വെള്ളിയാഴ്ചയാണ് സാധാരണ വിശ്വാസികൾ ഉപവസിക്കുന്നത്. ഇത് 2 വട്ടം, യഹൂദന്മാർ 2 പ്രാവശ്യം, എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും എന്നാ പറയുന്നത്. എല്ലാ 2 പ്രാവശ്യം ഉപവാസം. എന്ന് പറഞ്ഞാല് ഈ ദശാംശം, അതെ ദശാംശം, പാതാരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ദശാംശം കൊടുക്കും. എന്ത് കിട്ടിയാലും അല്ല, പൈസ മാത്രമല്ല, എന്ത് കിട്ടിയാലും അതിന്റെ ദശാംശം കൊടുക്കും. കണ്ടോ, അവന്റെ പ്രവൃത്തികളൊക്കെ അവൻ ലിസ്റ്റ് ചെയ്തു. ഉപവാസം, ദശാംശം. ഇനി അടുത്തവൻ യേശു പറയാം, ചുങ്കക്കാരൻ എന്തൊക്കെയാ ലിസ്റ്റ് ചെയ്യാനുള്ളത്? ദൂരത്തു നിന്നു, അടുത്തുപോലും പോകുന്നില്ല അവൻ. സ്വർഗത്തേക്ക് നോക്കാൻ പോലും അവന് മടി. അവന് അത്രയ്ക്ക് എന്താ പറയാ, ലജ്ജിച്ചിരിക്കുക. മാറത്തടിച്ച് ഒന്നും വീമ്പ് പറയുന്നില്ലല്ലേ. ആ കൂടെ ഒരു കാര്യം ചോദിക്കുന്നു, കർത്താവേ കരുണ കാണിക്കണേ. അല്ലാതെ ഞാൻ മിനിഞ്ഞാന്ന് ചെയ്ത ഉപവാസം മറ്റന്നാൾ ചെയ്യാൻ പോകുന്ന ഒന്നും, അങ്ങനത്തെ പ്രവൃത്തികളൊന്നും അവന് പറയാനില്ല. അവൻ നെഞ്ചത്തടിച്ച് കരഞ്ഞ്, കർത്താവേ എന്നോട് കരുണ കാണിക്കണേ. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം ഇന്ന് ഈ ക്ലാസ് അല്ലായിരുന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ദൈവസന്നിധിയിൽ ഈ 2 കൂട്ടർ വരുന്നു. ഒരുത്തൻ ഉപവാസം, ദശാംശം, പിന്നെ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളൊന്നുമില്ല, ദുർനടപ്പ്, കൊള്ളക്കാരെന്നൊക്കെ കുറേ ആദ്യം പറഞ്ഞല്ലോ, അതൊന്നുമില്ല. ഒരു ചീത്ത പ്രവൃത്തിയില്ല. എല്ലാ ആഴ്ച 2 പ്രാവശ്യം ഉപവസിക്കും, എല്ലാം ദൈവസന്നിധി കൊണ്ട് കൊടുക്കും. ദൈവത്തിന് സ്തോത്രവും ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇപ്പുറത്ത് കള്ളക്കാരൻ, കൈകൂലിയൊക്കെ വാങ്ങിച്ച് രാജ്യദ്രോഹി, ഒന്നും പറയാനില്ല ദൈവസന്നിധി. ഈ 2 പേരിൽ ആർക്ക് കിട്ടും നീതിമാൻ എന്നുള്ള പദവി? നമ്മുടെയൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മതപരമായ ചിന്തയിൽ എന്തോ, ഇതിൽ ആരാ നീതിമാൻ? ആർക്കും ഇല്ലേ ഉത്തരം? സാധാരണഗതിയിൽ നമ്മൾ ആരെന്ന് പറയും നീതിമാൻ? ചോദ്യം മനസ്സിലായോ? ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ട നീതിമാൻ എന്നുള്ള പദവി ഈ 2 വ്യക്തികളിൽ സാധാരണ ആർക്കെന്ന് നമ്മൾ പറയും? പരീശൻ. അതാണ് കാരണം, ഇവന് ഭക്തി പ്രവൃത്തികളൊക്കെ ഉണ്ട്, ഇവനൊന്നുമില്ല പറയാൻ, അല്ലേ? അവിടെ മാറത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാതെ ഇവനൊന്നുമില്ല. ഇനി യേശുവിന്റെ ഉത്തരം ഒന്നുകൂടെ ഒന്ന് വായിച്ചു കേട്ടെ. ഈ 2 പേരിൽ നീതീകരിക്കപ്പെട്ടവനായി എന്ന് പറഞ്ഞാൽ ദൈവം നീതിമാനായിട്ട് എണ്ണിയവൻ എന്നാണ് അതിന്റെ അർത്ഥം. നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയവൻ
പരീശനല്ല. അയ്യോ. ചുങ്കക്കാരനാണെന്ന് ഞാൻ നിങ്ങളോട് പറയും. ചുങ്കക്കാരനാണെന്ന് യേശു തറപ്പിച്ച് പറയുന്നു. ഇനി വായിച്ചാട്ടെ. കാരണം തന്നെത്താൻ ഉയർത്തുന്ന അഹങ്കാരിയായിരുന്നു ഇവൻ. കണ്ടോ? ഇതുകൊണ്ടാണ് നമ്മൾ അന്ന് പറഞ്ഞത് മതപരമായ ഭക്തി മാനസാന്തരപ്പെടണം. കർത്താവിൽ വിശ്വസിക്കാതെ ചുമ്മാ നമ്മൾ ചെയ്തു കൂട്ടിയ ഭക്തി പ്രവൃത്തികൾ മാനസാന്തരപ്പെടണം. അത് അഹങ്കരിക്കലാണ്. ഒന്നുമില്ല കർത്താവേ, എൻ്റെ ജഡത്തിൽ ഒരു നന്മയുമില്ല, നീ കടാക്ഷിച്ചാലേ എനിക്ക് നീതിമാനെന്നുള്ള പദവി കിട്ടുമെന്ന് ഏറ്റു പറഞ്ഞ് കരഞ്ഞു വിളിക്കുന്നവന് നീതീകരണം ലഭിക്കും. കാരണം അതാണ് താഴ്മ, അതാണ് വിശ്വാസത്താലുള്ള നീതീകരണം. കണ്ടോ? അപ്പൊ കർത്താവ് തന്നെ പഠിപ്പിച്ച ഒരു ഉപദേശമാണ് വിശ്വാസത്താലാണ് നീതീകരണം. നമ്മുടെ നീതി പ്രവർത്തികൾ കൊണ്ടല്ല നീതീകരണം. ഇതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ ഉപദേശം. ഇത് വിശ്വാസികൾ പോലും പലപ്പോഴും മറന്നു പോകുമ്പോഴാണ് നമുക്ക് ആത്മീയ അഹംഭാവം വരുന്നത്. അല്ലെ? നമ്മൾ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഈ പരീക്ഷനെ പോലെയൊക്കെ ആവാമെന്നാണ്. ഇല്ല. നമ്മൾ എല്ലാ കാലത്തും എന്നും ഞാൻ രാവിലെ കർത്താവിന്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, യേശു ക്രിസ്തുവിൽ എന്നെ അംഗീകരിച്ചിരിക്കാൻ സ്തോത്രം. അല്ലാതെ എൻ്റെ നീതി പ്രവൃത്തികളൊന്നും ഇന്നും എനിക്ക് രക്ഷ തരുവാൻ കൊള്ളുകയില്ല. അല്ലാതെ രക്ഷിക്കപ്പെടുന്ന ഒന്നാം ദിവസം മാത്രമല്ല ഇത്. എന്നും യേശുവിലൂടെ മാത്രമേ എനിക്ക് അംഗീകാരമുള്ളൂ. കടമെടുത്ത് എനിക്ക് അംഗീകാരമുള്ളൂ. അല്ലേ? അല്ല സ്വമേധ എനിക്കൊരു നീതിമാൻ എന്നുള്ള പദവി കിട്ടുവാൻ ഒരു യോഗ്യതയും ഇല്ല. അപ്പോൾ എന്താണ് നീതീകരണത്തിന് വേണ്ടത്? ഈ ചുങ്കക്കാരനെ പോലെ കർത്താവിൻ്റെ സന്നിധി താഴണം. ഇതുകൊണ്ടാണ് പലരും സുവിശേഷം വിശ്വസിക്കാത്തത്. അല്ലേ? നമ്മൾ പോയി സുവിശേഷം പറയുമ്പോൾ എന്തുകൊണ്ട് ആളുകൾക്കത് എതിർപ്പ്? ഒന്നുമില്ല കർത്താവേ എന്ന് ഏറ്റു പറയണം. എൻ്റെ ഭക്തി പ്രവൃത്തികളും എൻ്റെ ഒരു അഹങ്കാരത്തിനും വകയില്ലെന്ന് ഏറ്റുപറഞ്ഞ് തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അങ്ങനെ താഴാൻ മനുഷ്യന് വയ്യ, അഹംഭാവം. അതുകൊണ്ടാണ് ഈ സുവിശേഷം എന്നൊക്കെ പറഞ്ഞിട്ടും ആർക്കും വേണ്ട. അല്ലേ? നല്ല വർത്തമാനം, നല്ല വാഗ്ദാനം, ദൈവം എന്താ പറയുക, ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമ്മളെ രക്ഷിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു പറയുമ്പോഴേ മനുഷ്യൻ പറയുന്നത് വേണ്ടെന്ന്. അതെന്താ? അഹങ്കാരം. ഞാൻ വേണമെങ്കിൽ നമ്മൾ അന്ന് പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഒരു ഏണി വരച്ച് കാണിച്ചു. ഏണി കയറി 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 വേണം ഞാൻ രക്ഷ അല്ലെങ്കിൽ മോക്ഷം നേടിക്കോളാം. അല്ലാതെ ഈ ഫ്രീ ആയിട്ട് തരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പിച്ചക്കാരനാവാനൊന്നും വയ്യ. പക്ഷെ കർത്താവ് പറയണം, അങ്ങനെ താഴ്ത്തുന്നവനാണ് നീതീകരണം എന്നുള്ള ആ അനുഗ്രഹം. റോമാലേഖനം 4:1-8 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. അപ്പൊ ഇവിടെ റോമാലേഖനത്തില് പൗലോസ് നീതീകരണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഴയ നിയമത്തിലെ ഭക്തനായ അബ്രഹാമിനെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുകയാണ്. പഴയ നിയമത്തിലും രക്ഷിക്കപ്പെടുവാൻ ഒരു വഴിയേ ഉള്ളൂ, നീതീകരണം വിശ്വാസത്താലാണ്. അപ്പൊ അബ്രഹാമിന് ജഡത്താൽ നീതീകരണം ലഭിക്കുകയായിരുന്നെങ്കിൽ ഇതുപോലെ പ്രശംസിക്കാൻ വകയുണ്ടായിരുന്നു. തുടർന്ന് വായിച്ചാട്ടെ. അതെ, എന്താണ് തിരുവെഴുത്തുകളിൽ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. കണ്ടോ? ആ വാക്ക് ഓർക്കണം, വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. അല്ലാതെ പ്രവൃത്തി ചെയ്തപ്പോഴല്ല. അബ്രഹാം ഒരുപാട് നീതി പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അല്ലേ? കർത്താവ് പറഞ്ഞപ്പോൾ അനുസരിച്ച് തൻ്റെ സ്ഥലമൊക്കെ വിട്ട് ഇറങ്ങിയവനാണ് അബ്രഹാം. നിങ്ങൾക്ക് ആ കഥ അറിയാമെങ്കിൽ തൻ്റെ സ്ഥലവും തൻ്റെ ബന്ധുക്കളെയൊക്കെ വിട്ട് താനങ്ങ് ഇറങ്ങി കർത്താവ് പറയുന്നിടത്തേക്ക് പോകാനെന്നും പറഞ്ഞു. പിന്നീട് കർത്താവ് തൻ്റെ മകനെ യാഗമായി കഴിക്കണമെന്ന് പറയുമ്പോൾ അത് തയ്യാറായവനാണ്. പക്ഷെ ആ പ്രവൃത്തികൾ കൊണ്ടൊന്നുമല്ല തനിക്ക് നീതിമാൻ എന്നുള്ള പദവി ലഭിച്ചത്. ദൈവം അവനെ അംഗീകരിച്ചത് അല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടത് അതുകൊണ്ടല്ല. പിന്നെന്തുകൊണ്ടാ? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അത് പഴയ നിയമത്തിലെ ഒരു വാക്യമാണ്. അതുകൊണ്ട് ഇതൊരു പുതിയ സന്ദേശമല്ല. പണ്ട് മുതലേ കർത്താവ് തിരുവെഴുത്തുകളിൽ വെളിപ്പെടുത്തിയ സത്യമാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വായിച്ചാട്ടെ, 8 വരെ വായിച്ചാട്ടെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് അതൊരു ഇന്നത്തെ കാലത്ത് ഒരു ഉദാഹരണം പോലെ പറയാണ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു വേലക്കാരൻ വന്നു കഴിഞ്ഞാൽ, അയാൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കൂലി കൊടുക്കുന്നത്
ദാനമാണോ? അല്ല, അല്ലേ? ജോലി ചെയ്താൽ, നിങ്ങളൊക്കെ തൊഴിൽ ചെയ്യുന്നവരാണ്, തൊഴിൽ ചെയ്താൽ നമ്മൾ കൂലി വാങ്ങിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും പറയുമോ, അയ്യോ ഈ ഗവൺമെൻറ് ആരെങ്കിലും നമുക്ക് കൂലി തരുന്ന അയാൾ ഔദാര്യം കൊണ്ടാ തരുന്നതെന്ന് പറയും? ഇല്ല, നമ്മൾ ചെയ്ത ജോലിക്കുള്ള ന്യായമായ കൂലിയാണ്, അല്ലേ? വായിച്ചാട്ടെ. പ്രവർത്തിക്കാത്തവന് അഭക്തനെ നീതീകരിക്കുന്നവനെ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. കണ്ടോ? അപ്പൊ പ്രവർത്തിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് നീതി ലഭിക്കുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചേ. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. അപ്പൊ അടുത്തതിന് ദാവീദിന്റെ ഒരു വാക്യം, അത് മൊത്തം വായിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വായിച്ചാട്ടെ. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. കണക്കിടാത്തത്. കണ്ടോ? ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ, കണക്ക്. അല്ലെ? പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. മറ്റേ നേരത്തെ നമ്മൾ വായിച്ചു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. കണ്ടോ? ഇവിടെ ആരുടെയും സ്വഭാവത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. അബ്രഹാമോ അല്ലെങ്കിൽ നമ്മളോ സ്വഭാവത്തിൽ രൂപാന്തരം വന്നതുകൊണ്ടല്ല നീതിമാൻ എന്നുള്ള പദവി ലഭിച്ചത്. എല്ലാവരും കേൾക്കുന്നുണ്ടോ? നമ്മൾ വിശുദ്ധരായതുകൊണ്ടല്ല. ഇതൊരു കണക്കിടലാണിത്. ദൈവം അങ്ങനെ അങ്ങ് കണക്കിടുകയാണ്. വിശ്വസിക്കുന്നവന് നീതി കണക്കിടുന്നു, അല്ലേ? പാപം കണക്കിടുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കടമായിട്ട് നമുക്ക് നീതിമാൻ എന്നുള്ള പദവി ലഭിക്കുകയാണ്. യേശു ക്രിസ്തുവിലായതുകൊണ്ട് നമുക്ക് സൗജന്യമായിട്ട് കടമായിട്ട് നീതിമാൻ എന്നുള്ള പദവി ലഭിക്കുകയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ പ്രവൃത്തികളില്ല. പ്രവൃത്തികളില്ലാത്തതുകൊണ്ട് എന്താ? അഹങ്കാരവും ഇല്ല, സ്വയമായിട്ട് പുകഴുവാനൊന്നുമില്ല, താഴ്മയുള്ളവരായിരിക്കും, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നീതീകരണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. എങ്ങനെയാണ് നമ്മുടെ പുതിയ നിയമത്തിലെ ഉപദേശവും പല സഭാ പാരമ്പര്യങ്ങളുടെ ഉപദേശവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ മേഖലയിൽ തന്നെയാണ്. ഇപ്പോൾ കത്തോലിക്ക സഭ എല്ലാവരും കേട്ടിട്ടുണ്ടോ? കത്തോലിക്ക സഭ ഇവിടെ നിറച്ചുണ്ട്, അല്ലേ? കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസം, അവരും പറയും രക്ഷയ്ക്ക് വിശ്വാസം വേണമെന്നൊക്കെ അവർ പറയും. പക്ഷെ വിശ്വാസത്തിന്റെ കൂടെ എന്താ വേണം? പ്രവൃത്തിയും കൂടെ വേണം. വിശ്വാസവും പ്രവൃത്തിയും കൂടെ ചേർന്ന് അതെന്തോ ഉളവാക്കും? അത് നീതീകരണം ഉളവാക്കും. ഇതാണ് അവരുടെ പഠിപ്പീര്. നീതീകരണം ഉളവാക്കും. പക്ഷെ ഇത് ബൈബിളിൽ ഇതല്ല പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് വായിച്ചതേ ഉള്ളൂ, അല്ലെ? പ്രവർത്തിക്കുന്നവന് കർത്താവ് നീതീകരണം കൊടുക്കുകയാണെങ്കിൽ അത് കൂലിയാണ്, ദാനമല്ല. കൂലിയാണെങ്കിൽ എന്താണ്? എനിക്ക് സ്വന്തമായിട്ട് എന്നെ പുകഴ്ത്താം. വിശ്വാസം പ്ലസ് പ്രവൃത്തിയാണ് എന്നെ നീതീകരിച്ച് രക്ഷിക്കുന്നതെങ്കിൽ സ്വർഗത്തിൽ പോയിട്ട് ഞാൻ എന്തോ പറയണം? സ്വർഗത്തിൽ പോയിട്ട് ഞാൻ എന്താ പറയണം? പകുതി മഹത്വം ദൈവത്തിന്, പകുതി മഹത്വം എനിക്ക്. താൻ പാതി ദൈവം പാതിയാണെന്ന് പറയണം. പക്ഷെ നമ്മുടെ പുതിയ നിയമത്തിലെ ഉപദേശം ഇതല്ല. പുതിയ നിയമത്തിൽ എന്താ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. വിശ്വാസം എന്തുളവാക്കുന്നു? നീതീകരണവും ശരിയായ നീതീകരണം പ്രാപിച്ചവൻ അതിനോട് കൂടെ പോകുന്ന പ്രവൃത്തികളും ഉളവാക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? 4 സവിശേഷതകൾ നമ്മൾ പഠിച്ചു വിശ്വാസത്തിന്റെ. വ്യക്തിപരമാണ്, വസ്തുനിഷ്ഠമാണ്. മൂന്നാമത്തെ എന്തായിരുന്നു? പ്രായോഗിക തലത്തിൽ അത് പ്രവൃത്തികൾ ഉളവാക്കും. പ്രവൃത്തികൾ ഉളവാക്കാത്ത വിശ്വാസം മരിച്ച വിശ്വാസം, അല്ലെ? അപ്പൊ വിശ്വാസം പ്രവൃത്തികൾ ഉളവാക്കണ്ട എന്ന് നമ്മൾ ആരും പഠിപ്പിക്കുന്നില്ല. പക്ഷെ വിശ്വാസം നീതീകരണത്തെയും പ്രവൃത്തിയെയും ഉളവാക്കും. അല്ലാതെ കത്തോലിക്ക സഭ പറയുന്ന പോലെ വിശ്വാസവും പ്രവൃത്തിയും കൂടെ ചേർത്ത് നീതീകരണമല്ല. ഇതിന് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇവിടെ ഞാനും ദൈവവും പ്രവർത്തിച്ചാലേ എനിക്ക് നീതീകരണം, അല്ലെ രക്ഷ കിട്ടത്തുള്ളൂ. ഇവിടെ ഞാൻ കർത്താവിൽ മാത്രം വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നിമിത്തം എനിക്ക് രക്ഷയും രക്ഷയുടെ തെളിവായിട്ടുള്ള പ്രവൃത്തികളും കിട്ടും. രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇവിടെ പ്രവൃത്തികൾക്ക് വിശ്വാസം പോലെ തന്നെ സ്ഥാനമാണ്. ഇവിടെ നമ്മൾ സ്വർഗത്തിൽ പോയിട്ട് വരണം, ദൈവം പകുതി ചെയ്തു, ഞാൻ പകുതി ചെയ്തു. ഇവിടെ അങ്ങനല്ല. ഞാൻ ദൈവത്തിൽ ചാരിയത് കൊണ്ട് പൂർണ്ണമായിട്ടും ദൈവമാണ് എന്നെ രക്ഷിച്ച് അവൻ തന്നെ എൻ്റെ ഉള്ളത്തിൽ
പ്രവൃത്തികൾ ഉളവാക്കി. രണ്ടുപേരും പ്രവൃത്തി വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ വ്യത്യാസം എന്താ? ഇവിടെ പ്രശംസ എനിക്കും കൂടെ കിട്ടുന്നുണ്ട്. ഇവിടെ പ്രശംസ പൂർണ്ണമായിട്ടും ദൈവത്തിനുമാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പ്രവൃത്തി തെളിവായിട്ട് വരികയാണ് രക്ഷയുടെ. ഇവിടെ പ്രവൃത്തി രക്ഷയുടെ കാരണമായിട്ട് വരികയാണ്. രക്ഷയുടെ ഒരു അടിസ്ഥാനമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്? ഞാൻ പ്രവൃത്തി ചെയ്തുകൊണ്ടാന്ന് പറയും. ഇവിടെ എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്? വിശ്വസിച്ചതുകൊണ്ട് മാത്രം. പ്രവൃത്തി രക്ഷിക്കപ്പെട്ടതിന്റെ തെളിവാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഒരു അനാഥാലയത്തിൽ കിടക്കുന്ന ഒരു അനാഥനെ ഒരു അപ്പനും അമ്മയും കൂടെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ദത്തെടുക്കുന്നത് എന്താ പറയുക, ദയ കാരണമാണ്. ദത്തെടുത്ത് കഴിഞ്ഞ ആ കുടുംബത്തിന്റെ ഭാഗമായതുകൊണ്ട് അവൻ പഴയ സ്വഭാവമൊക്കെ വിട്ടേച്ച് ഇനിയിപ്പം അനാഥനെ പോലെ എനിക്ക് പെരുമാറാൻ പറ്റത്തില്ല, അപ്പനും അമ്മയും ഉള്ളതുപോലെ എനിക്ക് പെരുമാറണമെന്ന് പറയും. അപ്പൊ അവന്റെ പ്രവൃത്തികൾക്ക് മാറ്റം വരും. പക്ഷെ അവൻ അങ്ങനെ പെരുമാറിയത് കൊണ്ടാണോ അവരവനെ ദത്തെടുത്തത്? അല്ല, പെരുമാറ്റം പഴയ പോലൊക്കെ ഇരുന്നപ്പോൾ തന്നെ ദയയാൽ അവനെ തെരഞ്ഞെടുത്തു. പക്ഷെ തെരഞ്ഞെടുത്ത് കുടുംബത്തിന്റെ ഭാഗമായപ്പോൾ അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇവിടെ പറയുന്ന അനാഥനെ ദത്തെടുക്കണമെങ്കിൽ അവൻ ആദ്യം സ്വഭാവം മാറ്റണം. ഇവിടെ പറയുന്നത് സ്വഭാവം മാറിക്കൊള്ളും ദത്തെടുത്ത് കഴിഞ്ഞാൽ. ഇതുകൊണ്ടാണ് നമ്മൾ കത്തോലിക്ക സഭക്കാരോട് നമുക്ക് വിയോജിപ്പുള്ളത്. അവിടെ പ്രവൃത്തി, അതുകൊണ്ടാണ് അവിടെ മെഴുകുതിരി കത്തിക്കലും തലകുത്തി മറിയലും കൊന്ത കൊണ്ട് കറക്കലും ഇതൊക്കെ. കാരണം എന്താണ്? വിശ്വസിക്കുന്നത് പോലെ ഇതെല്ലാം കൂടെ ചെയ്താലേ അവിടെ എത്തത്തുള്ളൂ. അത് വേറൊരു തരത്തിലൊരു ഏണിയാണ്, അത്രയേ ഉള്ളൂ. ഏണി ഇങ്ങനെ കയറി 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 സ്വയനീതിയുടെ പുറത്താണ് അവിടെ എത്തുന്നത്. പറയുന്നത് മനസ്സിലാണ്ടോ? ഇവിടെ വിശ്വാസവും സ്വയനീതിയും കൂടെ ചേർന്നാലേ ഈ ഏണി കയറി മണ്ടേ പോയി സ്വർഗം കിട്ടത്തുള്ളൂ. ഇവിടെ അങ്ങനല്ല. ഇവിടെ വിശ്വാസം മാത്രം. പക്ഷേ വിശ്വാസം, ശരിയായ വിശ്വാസം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസമാണ്. അല്ലാതെ വിശ്വസിച്ചിട്ട് ചുമ്മാ ഇരിക്കുകയല്ല. നമ്മൾ വിശ്വസിച്ചിട്ട് കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വന്ന് നമുക്ക് പുത്തൻ സ്വഭാവങ്ങൾ തരുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ പോകുന്ന വഴിക്ക് മെഴുകുതിരി ഒന്നും കത്തിക്കാരും പോകരുതെന്ന് പറയുന്നത്. കർത്താവില് അടിയുറച്ച് വിശ്വസിച്ചിരിക്കണം. ആ വിശ്വാസം നമ്മളിൽ രൂപാന്തരം കൊണ്ടുവരും. അതാണ് അടുത്ത പ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, ശുദ്ധീകരണം. ശരി, ഇനി നീതീകരണം എങ്ങനെ സംഭവിക്കുന്നു? വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എങ്ങനെ നീതീകരണം സംഭവിക്കുന്നുള്ളതാണ് നമ്മൾ ഇനി വേഗത്തിലൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. കർത്താവിലുള്ള വിശ്വാസം അല്ലെ, യേശുവിലാണ് നീതീകരണം. നീതീകരണം വിശ്വാസത്താലാണ്. രണ്ടാമതായിട്ട് യേശുവിലാണ്. യേശുവിൽ എന്ന് പറയുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒന്നാമതായിട്ട് അവന്റെ അനുസരണം. ഓക്കെ, അത് നമുക്ക് വായിക്കാം. റോമാലേഖനം 5:19. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാനായി തീരും. ഇത് നമ്മൾ ഇതിനു മുമ്പ് നോക്കിയിട്ടുള്ള ഒരു വാക്യമാണ്. ഏകന്റെ അനുസരണക്കേട്, അതാരാണ്? ആദാമിന്റെ അനുസരണക്കേട് കാരണം സകല മനുഷ്യരും എന്തായി മാറി? പാപികളായി മാറി. ഇനി അതിന് പകരമായിട്ട് കർത്താവായ യേശുക്രിസ്തു കടന്നു വന്ന് അനുസരിച്ചത് നിമിത്തം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അനേകർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനേകർ നീതിമാന്മാരായി തീരും. കണ്ടോ? അപ്പോ കർത്താവ് നമുക്ക് വേണ്ടി അനുസരിച്ചു, പകരക്കാരനായിട്ട് നമുക്ക് വേണ്ടി അനുസരിച്ചു. ഇനി രണ്ടാമതായിട്ട് അവന്റെ മരണം. റോമാലേഖനം 5:8 മുതൽ 9. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, അവന്റെ അവിടെ വായിച്ചത് കേട്ടോ, അവന്റെ രക്തത്താലുള്ള നീതീകരണം. അപ്പൊ നീതീകരണത്തിന് കാരണം എന്താണ്? കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അത് ഞാൻ അടുത്ത വാക്യം കൂടെ വായിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. മൂന്നാമതായിട്ട് യേശുവിൽ നമുക്ക് നീതീകരണം കിട്ടാനുള്ള കാരണം അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്. റോമാലേഖനം 4:25. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവനെ മരണത്തിനേൽപ്പിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. അടുത്തത് ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മുടെ നീതീകരണത്തിനായിട്ട് കർത്താവിനെ ഉയർപ്പിച്ചു. അപ്പൊ മൂന്നാമത്തേത് അവന്റെ ഉയർപ്പ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ എന്തായിരുന്നു? നീതീകരണം വിശ്വാസത്താലാണ്, നീതീകരണം യേശുവിലാണ്. അതിനു കാരണമായ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമതായിട്ട് അവൻ നമുക്ക് വേണ്ടി അനുസരിച്ചു. ഈ നീതിമാൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നീതി വേണമല്ലോ. ഈ കടമായിട്ട് തരുന്ന ഒരു നീതി. ആ നീതി എപ്പോഴാ? ആ നീതി കർത്താവ് ഈ ഭൂമി വന്ന് അനുസരിച്ചതാണ്. എല്ലാവരും മനസ്സിലായോ?
എനിക്ക് കടമായിട്ടൊരു നീതി തരുമല്ലോ. ആ നീതി എപ്പോ ഉണ്ടായി? ദൈവം ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്ന് അനുസരിച്ചു, കർത്താവിന്റെ അനുസരണം. ഓക്കെ. ഇനി രണ്ടാമത്, അവൻ നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അനീതി നീക്കി. നമുക്കൊരു അനീതി ഉണ്ടായിരുന്നു അല്ലേ? നമ്മളെല്ലാവരും പാപികളായിരുന്നു, നമുക്കൊരു അനീതി ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ അനുസരണക്കേടിലും മിടുക്കന്മാരായിരുന്നു. ആ അനീതി കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിൽ കൊണ്ടുപോയി അതിനെ തറച്ചു, ക്രൂശിൽ തറച്ചു. അതാണ് അവന്റെ രക്തത്താലുള്ള നീതീകരണം എന്ന് പറഞ്ഞത്. ഇനി അവൻ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടു അല്ലേ? അപ്പോൾ മരണമെന്ന ശിക്ഷ കർത്താവ്, ഇവിടെ ശ്രദ്ധിക്കണേ, മരണമെന്ന ശിക്ഷ കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവനങ്ങ് മരിച്ച് കുഴിച്ച് മൂടിക്കഴിഞ്ഞാൽ തീർന്നോ കഥ? ഇല്ല. അവൻ മരണമെന്ന പാപത്തിന്റെ ശമ്പളമായ മരണം പൂർണ്ണമായിട്ടും ഏറ്റെടുത്തത് കൊണ്ട് എന്തു പറ്റി? ഇനി അവൻ മരണത്തിന്റെ കീഴിൽ ഇരിക്കണ്ട എന്ന് ദൈവപിതാവ് പറഞ്ഞതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ ഉയർത്തെഴുന്നേറ്റു. ഇപ്പൊ കണ്ടോ, നമുക്ക് വേണ്ടി ഒരു നീതി അവൻ അനുസരിച്ചുളവാക്കി. നമുക്കുണ്ടായിരുന്ന അനീതി അവൻ ക്രൂശിൽ തറച്ചു. ഇനി ആ മരണം അവൻ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തത് കൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ഇത് മൂന്നും കൂടെ ചേർന്ന് നമുക്ക് എങ്ങനെയാ നീതീകരണം വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായോ? കർത്താവ് നമുക്ക് കടമായി തരുവാനുള്ള നീതി അനുസരിച്ചുണ്ടാക്കി, നമുക്കുണ്ടായിരുന്ന അനീതി തന്റെ രക്തത്താൽ നീക്കി. അവന്റെ ആ യാഗം പൂർണ്ണമായിട്ട് ദൈവത്തിന് പ്രസാദമുള്ളതായതുകൊണ്ട് അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ പാപത്തിന്റെ ശമ്പളം എന്ന, പാപത്തിന്റെ ശിക്ഷ എന്ന മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു അല്ലേ? അപ്പൊ നമ്മൾ യേശു ക്രിസ്തുവിലാവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ പരിപൂർണ നീതി കിട്ടും. ഇതാണ് പരിപൂർണ നീതി. യേശു ക്രിസ്തു കർത്താവിനെ അനുസരിച്ചതുപോലെ വേറെ ആരും അനുസരിച്ചിട്ടില്ല അല്ലേ? ആ പരിപൂർണ നീതി നമുക്ക് കടമായിട്ട് ലഭിക്കും. നമുക്കുണ്ടായിരുന്ന അനീതി അവന്റെ രക്തത്താൽ കഴുകിപ്പോയി അല്ലേ? നമുക്കിനി വരുവാനൊരു ശിക്ഷയൊന്നുമില്ല. കാരണം ആ ശിക്ഷയിൽ നിന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് തന്നെ അവനോടുകൂടെ നമ്മളും മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഇത്? നമുക്ക് അവന്റെ അനുസരണം നിമിത്തം പരിപൂർണ നീതി കടമായിട്ട് ലഭിക്കുന്നു. അവൻ മരിച്ചതുകൊണ്ട് എൻ്റെ അനീതി നീങ്ങിപ്പോയി. ഇനി ഭാവിയിൽ ഒരു മരണത്തിന്റെ ശിക്ഷ അല്ലെങ്കിൽ നരകത്തിലേക്കുള്ളൊരു ശിക്ഷ ഇല്ല. കാരണം അവനെ വിടുവിച്ചതുപോലെ അവനിൽ ഞാനും വിടുവിക്കപ്പെട്ടു. അതാണ് അവിടെ പറഞ്ഞത്, നമ്മുടെ നീതീകരണത്തിന് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ പകരക്കാരൻ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ നമ്മളും ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടും അല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, നമുക്ക് പകരമായിട്ട് ഒരാൾ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞിട്ട് അയാൾ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മളും ജയിലിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പൊ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളും മരണത്തിന്റെ കീഴിൽ നിന്ന് പുറത്തു വരികയാണ്, നമ്മളും പിശാചിന്റെ കീഴിൽ നിന്ന് പുറത്തു വരികയാണ്. ഇനി പാപത്തിൻ്റെതായ ഒരു ശമ്പളമോ ഒരു ശിക്ഷയോ നമുക്ക് അനുഭവിക്കേണ്ടതില്ല. അപ്പൊ അവന്റെ അനുസരണത്താൽ, അവന്റെ രക്തത്താൽ, അവന്റെ ഉയിർപ്പിനാൽ നമുക്ക് നീതീകരണം യേശുവിൽ വിശ്വാസത്താൽ ലഭിക്കുന്നു. ഇത്രയും നീതി നമുക്ക് യേശുവിലുണ്ട്. അതെങ്ങനെ എനിക്ക് കിട്ടുന്നത്? വിശ്വാസത്താൽ. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഇനി അവസാനമായിട്ട് നമുക്ക് പറഞ്ഞു നിർത്താം. നീതീകരണത്തിന്റെ അനുഗ്രഹങ്ങൾ അതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ ക്ലാസ് തീർന്നു. നീതീകരണത്തിന്റെ അനുഗ്രഹങ്ങൾ. ഒന്നാമത്തെ വാക്യം റോമാലേഖനം 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കേട്ടോ എല്ലാവരും? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് ദൈവവുമായിട്ട് എന്തുണ്ട്? സമാധാനം. അതിനു മുമ്പ് എന്തോ ആയിരുന്നു? ദൈവമായിട്ട് നമ്മൾ ശത്രുതയിലായിരുന്നു അല്ലേ? ആദാം പാപത്തിൽ വീണ് കഴിഞ്ഞ് ദൈവം ആദാമിനെ വിളിച്ചപ്പോൾ ആദാം എന്താ ചെയ്തത്? പോയി മറഞ്ഞു നിന്നു അല്ലേ? നമ്മൾ വായിച്ചിട്ടുണ്ടോ അത്? കർത്താവ് ആദാമിനെ തപ്പി വന്നപ്പോൾ ആദാം ഒളിച്ചോടിപ്പോയി അല്ലേ? ദൈവത്തിന് മുമ്പിൽ വരാൻ പേടിയാ, ശത്രുതയിലാ അവര്. പക്ഷേ ഇവിടെ നിരപ്പ് സംഭവിച്ചു അല്ലേ? അതല്ലേ കുരിശ്? ഇവിടെ ദൈവം, ഇവിടെ മനുഷ്യൻ അല്ലേ? ദൈവവും മനുഷ്യൻ. കർത്താവ് ക്രൂശി മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നിരപ്പ് സംഭവിച്ചു അല്ലേ? അവർ തമ്മിലുള്ള ആ ഒരു അകലം മാറി നിരപ്പ് സംഭവിച്ചു. അപ്പൊ എന്തു പറ്റും? ദൈവവുമായിട്ട് സമാധാനം. അപ്പൊ നിങ്ങൾക്കൊക്കെ ദൈവവുമായിട്ട് സമാധാനം ഉണ്ടോ? നമുക്ക് ശിക്ഷാവിധിയും കുറ്റബോധവും ഒക്കെ പോയി. ഇനി ദൈവവുമായിട്ട് സമാധാന ബന്ധമാണ്.
ദൈവത്തെ ആ രീതിയിലൊരു ഭയമില്ല. അതാണ് ഈ രക്ഷിക്കപ്പെട്ടവർക്ക് മരിക്കാൻ ഒരു പേടിയില്ല. നിങ്ങൾ ഈ അവിശ്വാസികളൊക്കെ മരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അയ്യോ, അതുപോലത്തെ ഒരു ചില ശുശ്രൂഷക്കൊക്കെ നമ്മളെ ചിലപ്പോൾ വിളിക്കും. ഈ മരിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിശ്വാസിയുടെ എല്ലാ അഹങ്കാരവും പോകും. എങ്ങനെയും ഒന്ന് രക്ഷിക്കപ്പെട്ടാൽ മതി എന്നൊക്കെ ആകും അപ്പോഴത്തേക്ക്. എന്നാൽ പല വിശ്വാസികളും മരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ക്യാൻസറും ഒക്കെ വന്നിട്ട് മരിക്കുന്നത് വളരെ സമാധാനം. കാരണം അവർക്കറിയാം എവിടെ പോകുന്നതെന്ന്. അവർ വളരെ സമാധാനത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം സമാധാനം. രണ്ടാമത്തേത്, അതിന്റെ രണ്ടാമത്തെ വാക്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. വേണ്ട, നമുക്ക് പ്രസാദം ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കൃപ ലഭിച്ചിരിക്കുന്നു. അല്ലേ? നമ്മളിപ്പോ ഒരു കൃപയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. റോമാലേഖനം 8:31 വായിച്ചേ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ഇത് സംബന്ധിച്ച്, ഈ സുവിശേഷം സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. കണ്ടോ, ക്രൂശ് നിമിത്തം ദൈവം നമ്മുടെ ശത്രുവിൽ നിന്ന് മാറി അനുകൂലമായി. ദൈവം നമ്മുടെ അനുകൂലമായി, പിന്നെ ആരാ പ്രതികൂലം? ഇപ്പൊ ദൈവം നിങ്ങളുടെ കൂടെ ആണെങ്കിൽ പിന്നെ ആരാ പ്രതികൂലം? ആരുമില്ല പ്രതികൂലം. അല്ലെ? സർവശക്തനായ അത്യുന്നതനായ ദൈവം നിങ്ങളുടേതാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആരാ പ്രതികൂലം? പ്രതികൂലം ആരുമില്ല. അല്ലെ? അപ്പൊ നമുക്ക് ദൈവപ്രസാദം ലഭിച്ചു, അവന്റെ കൃപ ലഭിച്ചു. മൂന്നാമത്തെ അനുഗ്രഹം റോമാലേഖനം 5:3-4. അതുതന്നെയല്ല കഷ്ടതയിൽ പ്രശംസിക്കുന്നു. അതെന്തോ അത്? നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? കഷ്ടതയിൽ ആരെങ്കിലും പ്രശംസിക്കുമോ? സാധാരണഗതിയിൽ കഷ്ടത വന്ന് നമുക്ക് എന്തോ അത്, നമുക്ക് ദുഃഖം വരും, നമുക്ക് സങ്കടം വരും. അല്ലേ? എന്തോ ഒരു ചീത്തക്കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് നമ്മൾ പറയുന്നത്. അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ നീതീകരണത്തിലൂടെ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ച് ദൈവവുമായിട്ട് സൗഹൃദവും സമാധാനവും കടന്നു വന്ന് അവൻ നമുക്ക് അനുകൂലമായി തീർന്നത് കൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും എനിക്കെതിരെ അല്ല. അപ്പൊ കഷ്ടത വരുമ്പോഴും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷിക്കാൻ പറ്റും. കഴിഞ്ഞ സൺഡേ നമ്മൾ പാട്ട് പാടിയതിനകത്തുണ്ടായിരുന്നത്, ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ദൈവഹിതമെന്ന് ഞാൻ അറിയുന്നു, അതുകൊണ്ട് എനിക്ക് ഒരു ഭാരവും ഇല്ല. കഷ്ടതയൊക്കെ വന്നാലും അത് നന്മയ്ക്കായിട്ടാണെന്ന് എനിക്കറിയാം. കാരണം ഈ കഷ്ടത അയക്കുന്ന ദൈവം എനിക്ക് അനുകൂലമാണ്, പ്രതികൂലമല്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഒരു ദൈവവിശ്വാസിക്കുള്ള എന്താ പറയുക, പ്രത്യാശ. ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാൻ പറ്റും. കാരണം ആത്യന്തികമായിട്ട് ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ചു. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കഷ്ടതയിലും നമ്മൾ പ്രശംസിക്കും. കാരണം കഷ്ടത എന്തേ ഉളവാക്കത്തുള്ളൂ? സിദ്ധതയും സഹിഷ്ണുതയും പ്രത്യാശയൊക്കെ ഉളവാക്കി നമുക്ക് നന്മയെ വരത്തുള്ളൂ. അതിലൂടെ വളരത്തേ ഉള്ളൂ. അല്ലാതെ ഒരു നഷ്ടവും നമുക്ക് വരത്തില്ല കഷ്ടത വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് കഷ്ടതയിൽ നമുക്ക് സന്തോഷിക്കുവാൻ പറ്റും. അടുത്ത റോമാലേഖനം 5:5 മതി. പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. അല്ലേ? നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയെക്കുറിച്ച് കൂടുതൽ റോമാലേഖനം 8:28-29. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വിളിക്കപ്പെട്ട ദൈവജനത്തിന് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. ഈ ആഴ്ചത്തെ കാണാൻ പഠിക്കേണ്ട വാക്യം ഇതാ. സകലവും, നമ്മൾ ദൈവവിശ്വാസിയാണെങ്കിൽ, ഈ നീതീകരണം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, കർത്താവുമായിട്ടുള്ള ശത്രുത്വമൊക്കെ മാറി നമ്മൾ നീതീകരണം പ്രാപിച്ച് നിരപ്പ് പ്രാപിച്ച് അവൻ്റേതായി മാറിയെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി എന്ത് വിശ്വസിക്കാം? സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. അത് കഷ്ടതയാകാം, പ്രതികൂലമാകാം, പ്രതിസന്ധിയാകാം, നഷ്ടമാകാം, എന്തുമാകാം. അതെൻ്റെ നന്മയ്ക്കായിട്ട് ദൈവം മാറ്റിയെടുക്കും. അതുകൊണ്ടാണ് റോമർ 5 പറഞ്ഞത്, പ്രത്യാശയ്ക്ക് ഒരു ഭംഗവും വരത്തില്ല. കേട്ടോ? എന്താ ഈ നന്മ? അടുത്ത വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ അന്ത്യം എന്താണെന്ന് ഈ പറയുന്ന നന്മ എല്ലാ വസ്തുതകളിലൂടെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും ദൈവം നമുക്ക് നന്മ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ നന്മ എന്നുള്ളത് അവൻ മുന്നമേ നിയമിച്ചു വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാവോ? നമ്മൾ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകും. അല്ലേ? അങ്ങനെ എന്തു പറ്റും? അന്ത്യത്തിൽ യേശു ക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദ്യജാതനായിരിക്കും. അതായത് നമ്മുടെ ചേട്ടനായിട്ട് മാറും. അല്ലേ? നമ്മളെല്ലാവരും അവൻ്റെ സ്വഭാവമായിരിക്കും. നമ്മുടെ മൂത്ത ജ്യേഷ്ഠനായിട്ട് കർത്താവ് ഇരിക്കും. അപ്പോൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും
ദൈവം ഒരു കാര്യം ചെയ്യാൻ അത് കൊണ്ടുവരുന്നത് എന്താ? ഞാൻ യേശുവിൻ്റെ സ്വഭാവമായിട്ട് രൂപാന്തരപ്പെടുവാൻ. അല്ലാതെ ദുഷ്ടനോ മനുഷ്യനോ ഏതെങ്കിലും ഒരു വ്യക്തിയോ ആഗ്രഹിക്കുന്ന ഒരു നഷ്ടമോ ഒരു നാശമോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് ഭയം വേണ്ട എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? ദൈവം അനുകൂലമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആ കാര്യപരിപാടി നടക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ എൻ്റെ പുത്രനാണിത്, എൻ്റെ പുത്രിയാണ്, യേശുവിനെ പോലെ അവൻ്റെ സ്വഭാവം മാറണം. അതിനുള്ള കഷ്ടതയൊക്കെ വരും, അതിനുള്ള നഷ്ടമൊക്കെ വരും. അല്ലാതെ ഈ ലോകം പറയുന്ന പോലെ, പിശാച് പറയുന്ന പോലെ, നമുക്കെതിരെ നിൽക്കുന്ന ഒരു പറവ് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ അപ്പം കൽപ്പിച്ചിരിക്കുന്ന, മുൻനിയമിച്ച് വെച്ചിരിക്കുന്ന അന്ത്യം മാത്രമേ സംഭവിക്കൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പ്രത്യാശയ്ക്ക് ഒരു ഭംഗവും വരികയില്ല, സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. എന്താണ് നന്മ? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടു വരും. ശരി, ഇനി അടുത്തത് നമ്മൾ അതിൻ്റെ 5:5 പൂർണ്ണമായിട്ടൊന്ന് വായിക്കാം. റോമർ 5:5. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ പകർന്നിരിക്കുന്നു. റോമർ 5:8 കൂടെ വായിച്ചേ. ക്രിസ്തുവോ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. ദൈവം തനിക്ക് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കണ്ടോ, നമ്മളോട് ദൈവം സ്നേഹം പ്രദർശിപ്പിച്ചപ്പോഴാ നമ്മൾ സ്വഭാവം കൊണ്ട് ഒരു ഗുണവും ഇല്ലാത്തവരായിരുന്നപ്പോൾ, അല്ലേ? അവന് വിരോധികളായിട്ടും ശത്രുക്കളായിട്ട് ഇരുന്നതുകൊണ്ട്. ഇപ്പോൾ പറയുകയാണ് അവൻ്റെ പരിപൂർണ സ്നേഹം നമ്മുടെ ഉള്ളത്തിലേക്ക് പകർന്നിരിക്കുകയാണ്. ഈ നീതീകരണത്തിലൂടെ നമുക്ക് നീതിമാൻ എന്നുള്ള പദവി കിട്ടിയത് എങ്ങനെ? കടമായിട്ടാണ് ലഭിച്ചത്, എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്നറിയോ? എൻ്റെ പ്രവൃത്തി കൊണ്ട് ഈ നമുക്ക് ലഭിച്ച സ്നേഹത്തിന് ഒരു കുറവും വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നീതീകരിക്കപ്പെട്ട ദൈവമക്കളെ ഇനി ഇതിനധികമായിട്ടൊന്നും ദൈവത്തിന് സ്നേഹിക്കാനും പറ്റത്തില്ല, ഇതിൽ നിന്ന് കുറച്ചും സ്നേഹിക്കാൻ പറ്റത്തില്ല, അല്ലേ? പ്രവൃത്തിയാലായിരുന്നു എങ്ങനെയായിരുന്നേനെ? ഞാൻ പ്രവർത്തിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹം എന്നോട് കൂടുന്നതായിരുന്നെങ്കിൽ എപ്പോഴും പറയാം, ഇതിനേക്കാളും വിശുദ്ധി കാഴ്ചവെച്ചാൽ ദൈവം കുറച്ചുകൂടെ സ്നേഹിക്കുമെന്ന്, അല്ലേ? എന്നാൽ പ്രവൃത്തിയാലല്ല, കർത്താവിൽ, അല്ലേ, യേശു ക്രിസ്തുവിൽ അവൻ്റെ പരിപൂർണ അനുസരണം നിമിത്തം എനിക്ക് കടമായി ലഭിക്കുന്ന സ്നേഹം ഓൾറെഡി പരിപൂർണമാണ്, അതെ, ഏറ്റവും വലിയ സ്നേഹം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ കർത്താവ് പലയിടത്തും പറഞ്ഞിരിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നത് പോലെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അയ്യോ, ഞങ്ങളാരും യേശു ക്രിസ്തുവിനെ പോലെ അനുസരിച്ചിട്ടില്ലല്ലോ. അല്ല, അങ്ങനെ നിങ്ങളുടെ അനുസരണത്തിനനുസരിച്ചല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവം യേശുക്രിസ്തുവിൻ്റെ പരിപൂർണ അനുസരണത്തിൽ നമുക്ക് കടമായിട്ട് ആ നീതി നൽകി വെച്ച് അവനാണ് നമ്മളെങ്കിൽ കിട്ടുന്ന സ്നേഹം നമുക്ക് ഇപ്പോഴേ കിട്ടുന്നത്. നിങ്ങൾക്കൊക്കെ അതറിയാവോ? നിങ്ങളെ ദൈവം എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നിങ്ങൾ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ പോലെ പരിപൂർണ അനുസരണം കാഴ്ചവെച്ചിരുന്നെങ്കിൽ ദൈവം നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കും അതിപ്പോഴേ സൗജന്യമായി കർത്താവിൽ ദൈവം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സുവിശേഷം എന്ന് പറയുന്നത്, അല്ലേ? നമ്മളെ അത്ര അധികമായിട്ട് ദൈവം സ്നേഹിക്കുന്നുണ്ട്. അല്ലാതെ എൻ്റെ പ്രവൃത്തിക്ക് ആനുപാതികമായിട്ടല്ല സ്നേഹം. ഞാൻ അവനുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ ആസ്പദമാക്കിയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. എന്താണ് എൻ്റെ ബന്ധം? യേശു ക്രിസ്തുവിൽ ഞാൻ അവൻ്റെ പുത്രനാണ്, അല്ലെ പുത്രിയാണ്. പരിപൂർണമായിട്ട് അവൻ നമ്മളെ അംഗീകരിച്ചു. അതുകൊണ്ട് നീതീകരണത്തിലൂടെ ലഭിക്കുന്നത് പരിപൂർണ സ്നേഹമാണ്. അതിനേക്കാൾ ഇനി അധികമായൊരു സ്നേഹവും ഇല്ല, കുറഞ്ഞ സ്നേഹവും ഇല്ല. അത് നമ്മുടെ ഉള്ളത്തിൽ രക്ഷയുടെ ഉറപ്പും സന്തോഷവും ഉളവാക്കണം. എൻ്റെ പിതാവ് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നു. ശരി, ഇനി അടുത്തത് 6ാമത്തെ അനുഗ്രഹം, റോമാലേഖനം 8:1 വാക്യം. അതുകൊണ്ട് ഇപ്പോൾ യേശുവിലുള്ളവർ, കണ്ടോ, ഇത് ഓർക്കണം, നീതീകരണം ലഭിച്ചവർക്ക് എന്തില്ല? ഒരു ശിക്ഷാവിധിയുമില്ല. അതുപോലെ അതിന്റെ കൂട്ടത്തിൽ തന്നെ അടുത്ത റോമാർ 8:33, അല്ലേ? ദൈവം തിരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തും, നീതീകരിക്കുന്നവൻ ദൈവം. കണ്ടോ, ആരിനി ഈ നീതീകരണം പ്രാപിച്ചവരെ കുറ്റപ്പെടുത്തും? അപ്പൊ നമ്മൾ നീതീകരണം പ്രാപിച്ച വിശ്വാസികളാണ് ഇത് മനസ്സിൽ വെക്കണം. കാരണം ചില സമയത്ത് പിശാച് വന്നിട്ട് പറയും, മിനിഞ്ഞാൻ നീ ചെയ്ത പാപം ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം നീ ചെയ്ത ആ പാപം ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മളെ കുറ്റം വിധിക്കാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോടാ പിശാച്, ഞാൻ യേശു ക്രിസ്തുവിൽ നീതിമാനായിട്ട് ദൈവം കണക്കിട്ട വ്യക്തിയാണ്, അതിൽ ഉറച്ചു നിൽക്കണം. ഇപ്പോൾ കർത്താവിൽ ആയവർക്ക് ശിക്ഷാവിധി ഇല്ല, അതിൽ നിന്ന് വിടുതൽ കിട്ടി. എന്തുകൊണ്ടാണ് ശിക്ഷാവിധി ഇല്ലാത്ത? ശിക്ഷ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി വഹിച്ചു.
അല്ലാതെ ശിക്ഷയൊന്നും ഇല്ലാന്നുകൊണ്ടല്ല, ദൈവം അങ്ങ് കണ്ണടച്ചുകൊണ്ടല്ല. അവൻ നീതിമാനായ ദൈവമാണ്. എന്ത് ചെയ്തു? ശിക്ഷാവിധി നമുക്ക് വേണ്ടി പകരക്കാരൻ നമ്മുടെ അനീതി ക്രൂശിൽ വഹിച്ചു. ഇനി അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ പിശാചിന് ഒരു അധികാരവും ഇല്ല, അല്ലേ? പകരക്കാരൻ നമുക്ക് വേണ്ടി സഹിച്ചു. അതുകൊണ്ട് ശിക്ഷാവിധിയില്ല. നമുക്ക് എന്തേ ഉള്ളൂ? സമാധാനമേ ഉള്ളൂ. ദൈവം അനുകൂലം, പ്രതികൂലമല്ല, അല്ലേ? ഇനി 7ാമത്തെ അനുഗ്രഹം കൂടെ നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത വാക്യം റോമർ 5:8 മുതൽ 11. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ക്രൂശിൽ ദൈവം നമുക്ക് വേണ്ടിയുള്ള സ്നേഹം പ്രദർശിപ്പിച്ചു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. കോപം, ഇനി ഇരിക്കുന്ന ഒരു കോപമുണ്ട്. ഈ ലോകത്തിൽ മുഴുവൻ ദൈവം ആ കോപം ഇറക്കി ഈ ലോകത്തെ അവസാനിപ്പിക്കുന്ന അവസാനത്തെ സംഹാര ദിവസം വരുന്നുണ്ടല്ലേ? അതിൽ നിന്ന് നമ്മൾ എത്രമാത്രം രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനി രക്ഷിക്കപ്പെടും. ആ ഭാവി രക്ഷ എത്ര സുനിശ്ചിതമാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം നമുക്ക് സുരക്ഷയുണ്ട്, അല്ലേ? രക്ഷയുടെ ഒരു സുരക്ഷയുണ്ട്. ഒരു വാക്യം കൂടെ വായിക്കാം. റോമർ 8:35 മുതൽ 39. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഈ ഏത് സാഹചര്യം വന്നാലും കർത്താവിനെ നമ്മളിൽ നിന്ന് അകറ്റാൻ പറ്റുമോ? പറ്റില്ല. വായിച്ചാട്ടെ. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. നമുക്ക് ഇവിടെ കഷ്ടതയൊക്കെ ഉണ്ട്. നമ്മളെ ആടുകളെ പോലെ കൊല്ലാനൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. യാഗത്തിന് കഴിക്കുന്ന പോലെ നമ്മളെ കഷ്ടതയ്ക്ക് ഏൽപ്പിക്കപ്പെടുന്നുണ്ട്. എങ്കിലും നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം. ഏത് കഷ്ടത വന്നാലും, ഏത് പ്രതികൂല സാഹചര്യം വന്നാലും ദൈവം എനിക്ക് അനുകൂലം. അവന്റെ പരിപൂർണ സ്നേഹം എൻ്റെ കൂടെ ഉണ്ട്. കാരണം എന്താണ്? ഞാൻ യേശു ക്രിസ്തുവിൽ നീതീകരണം പ്രാപിച്ചവനാണ്. വായിച്ചാട്ടെ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നുണ്ടോ? അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നുണ്ടോ? സൃഷ്ടിയിലുള്ള ഒരു ശക്തിക്കും, മരണമാകട്ടെ ജീവനാകട്ടെ ദൂതന്മാരാകട്ടെ വാഴ്ചകൾ അധികാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചുക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരാകട്ടെ ഉയർച്ചയാകട്ടെ താഴ്ചയാകട്ടെ വരുവാനിരിക്കുന്ന കാര്യമാകട്ടെ കടന്നുപോയ കാര്യമാകട്ടെ ഒരു കാര്യവുമില്ല നമ്മളെ കർത്താവിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ അതെന്താ കാണിക്കുന്നത്? നീതീകരണത്തിലൂടെ കടന്നു വരുന്ന സുരക്ഷ. അപ്പം കണ്ടോ, 7 അനുഗ്രഹങ്ങൾ നമ്മൾ കണ്ടല്ലേ? നമുക്ക് ദൈവമായിട്ട് നിരപ്പ് വന്നതുകൊണ്ട് സമാധാനം. ദൈവത്തിൻ്റെ അടുക്ക പോകാൻ, ദൈവസന്നിധിയിൽ പോകാൻ ഇനി ഭയത്തിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവം അനുകൂലമായി, അല്ലേ? നമുക്ക് ദൈവപ്രസാദം ലഭിച്ചിരിക്കുകയാണ്, കൃപ ലഭിച്ചിരിക്കുകയാണ്. കഷ്ടതയിൽ നമുക്ക് പ്രശംസിക്കാം. കാരണം കഷ്ടത ഇനി നന്മയാണ്. ദൈവം പ്രവർത്തിക്കുന്ന ഒരു മുഖാന്തരം മാത്രമാണ്. പ്രത്യാശയുണ്ട്, എപ്പോഴും പ്രത്യാശയുണ്ട്. എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും, അല്ലെ? ദൈവസ്നേഹം, പരിപൂർണ ദൈവസ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഉള്ളത്തിലാക്കിയിരിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ വലിയ സ്നേഹമൊന്നും പ്രാപിക്കാനില്ല. ഒരു ശിക്ഷാവിധിയെയും ഭയപ്പെടാനില്ല. സുരക്ഷയുണ്ട്. ഭാവിയിലെ രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. ഒന്നും എന്നെ കർത്താവിൽ നിന്ന് അകറ്റുവാൻ പോകുന്നില്ല. അപ്പൊ കണ്ടോ, നമ്മൾ നീതീകരണം എന്താണെന്ന് കണ്ടു. നീതിമാൻ എന്നുള്ള പദവി ലഭിക്കുന്നതാണ്. അതെങ്ങനെ ലഭിക്കും? വിശ്വാസത്താലാണ്, പ്രവൃത്തിയാലല്ല. നമ്മുടെ സ്വന്തം ജഡത്തിലുള്ള ഭക്തി പ്രവർത്തികൾ, മതപരമായ ഭക്തി നീതി പ്രവർത്തികളിലൂടെ അല്ല, പ്രവർത്തിച്ചിട്ടല്ല, വിശ്വാസത്താൽ. ഇതാണ് സുവിശേഷവും മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എല്ലാ മതവും പഠിപ്പിക്കുന്നത് പ്രവൃത്തി ചെയ്ത് നീതീകരണം പ്രാപിക്കണമെന്നാണ്. കുറേ പ്രവൃത്തികളൊക്കെ ചെയ്ത് നിങ്ങൾ നീതിയുടെ സമ്പന്നത കൂട്ടണം, അങ്ങനെ മോക്ഷം പ്രാപിക്കണം. ഇവിടെ പറയാണ് കടമായിട്ട് വിശ്വാസത്താൽ സൗജന്യമായി തരുന്നു, നിങ്ങൾക്ക് ഒന്നുമില്ലെന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പിച്ചക്കാരാണെന്ന് പറയുമ്പം നീതീകരണം ലഭിക്കും, അല്ലേ? അത് യേശു ക്രിസ്തുവിൽ ലഭിക്കുന്നു. അതിന് ആധാരമായിരിക്കുന്ന 3 കാര്യങ്ങളാണ് അവന്റെ അനുസരണം, അവന്റെ മരണം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇതിലൂടെയാണ് കർത്താവ് നമുക്ക് ഈ പരിപൂർണ നീതി ലഭിക്കുന്നത്. അങ്ങനെ കർത്താവിന്റെ നീതി ധരിക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടും?
ദൈവവുമായിട്ടുള്ള ശത്രുതയെല്ലാം നീങ്ങിപ്പോയി നിരപ്പ് കിട്ടി. ദൈവവും നമ്മളെ നീതിമാനായിട്ടാണ് എണ്ണുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ കൽപ്പനയും അനുസരിച്ചിട്ട് ദൈവം നമുക്ക് അവൻ്റെ പ്രസാദം നൽകുമായിരുന്നെങ്കിൽ എത്രമാത്രം പ്രസാദം നൽകുമായിരുന്നു, അത് അവൻ വിശ്വാസത്താൽ നമുക്ക് നൽകുകയാണ്. നിങ്ങളെല്ലാം കേട്ടോ അത്? ഞാനിപ്പോൾ പരിപൂർണമായിട്ട് 100% അവനെ അനുസരിച്ച് പ്രസാദിപ്പിച്ചിരുന്നെങ്കിൽ എത്രമാത്രം ദൈവപ്രസാദം എനിക്ക് ലഭിക്കുമായിരുന്നു, അത് കടമായിട്ട് എനിക്ക് യേശു ക്രിസ്തുവിൽ നൽകുകയാണ്. അതുകൊണ്ടാണ് നീതീകരണത്തിൻ്റെ ഇത്രയും അനുഗ്രഹം, അല്ലേ? നമുക്ക് സമാധാനം, ദൈവമായിട്ട് ഐക്യത വന്നു, അല്ലേ? ദൈവപ്രസാദമുണ്ട് നമ്മുടെ മേൽ. കഷ്ടതയിൽ നമുക്ക് പ്രശംസിക്കാം. എപ്പോഴും പ്രത്യാശയ്ക്ക് വകയുണ്ട്. എല്ലാ നന്മയ്ക്ക് ആയിട്ടേ ഭവിക്കത്തുള്ളൂ. കാരണം ദൈവം അനുകൂലമാണ്, പ്രതികൂലമല്ല. എപ്പോഴും പരിപൂർണ സ്നേഹം അനുഭവിക്കാം. ഒരു ശിക്ഷാവിധിയും ഭയപ്പെടേണ്ട, സുരക്ഷയുണ്ട്, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അപ്പം പിന്നെ ഇനി വിശുദ്ധിയൊന്നും വേണ്ടല്ലോ, അല്ലേ? അതാണ് അടുത്ത ആഴ്ചത്തെ. അത് അടുത്ത ആഴ്ച കാണാം. അപ്പം നീതീകരണം എല്ലാവരും മനസ്സിലാക്കണം. ഇതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ വിഷയം. ഇത് മനസ്സിലാക്കാത്ത സുവിശേഷം ശരിയായ സുവിശേഷമല്ല. സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ വിഷയമാണ് ഇന്ന് പഠിച്ചത്. പ്രവൃത്തിയാലല്ല നീതീകരണം, വിശ്വാസത്താലാണ് നീതീകരണം. നീതിമാൻ എന്നുള്ള പദവി എനിക്ക് ലഭിക്കുകയാണ്. പദവി എന്ന് പറഞ്ഞാൽ ദൈവം ആ സ്ഥാനം നൽകി, ആ സ്ഥാനത്തിനോട് അവൻ ആദരവ് കാണിക്കും. നീ ഒരു നീതിമാനാണെന്നുള്ള രീതിയിൽ ഞാൻ ഇടപെടും. അപ്പോൾ അത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. യേശു ക്രിസ്തുവിൽ നമുക്ക് സൗജന്യമായി ലഭിക്കുകയാണ്. ഇതാണ് സുവിശേഷത്തെ മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ക്രിസ്തു മതത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ക്രിസ്തു മതം നേരത്തെ കണ്ടല്ലോ, പ്രവൃത്തി ചെയ്യണമെന്ന് പറയും. വിശ്വാസത്താലാണ് നീതീകരണം. വളരെ കാതലായ വിഷയമാണ്. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാളൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ യോഗം ഒന്ന് അവസാനിപ്പിക്കാം.